അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാ കൂട്ടുകാരെയും ഞാൻ വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ ഉദ്യമമാണ്. എൻ്റെ മകളും USS ക്ലാസ്സിലോട്ട് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്കും ഈ ഒരു കറണ്ട് അഫയേഴ്സ് ആവശ്യമാണ്. കൂട്ടത്തിൽ മറ്റു കുട്ടികൾക്കും ഒരു ഉപകാരപ്പെടുവാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു, അതായത് ഉള്ള ഫെസിലിറ്റീസൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അറിയുന്ന ആൾക്കാർക്ക്, അതായത് USS മാത്രമല്ല, എല്ലാവർക്കും എന്താവശ്യമാണ്, ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിച്ചാൽ അത് നല്ലതാണ്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഡെയിലി ഒരു 7 മണിയാകുമ്പോഴേക്കും ഈ കറണ്ട് അഫയേഴ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. പത്രവാർത്തയിലെ കട്ടിങ്ങുകളൊക്കെ ഞാൻ അത്യാവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്ത് എഴുതി വച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നേരെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ ഇപ്പം ഒളിമ്പിക്സിൻ്റെ കാലമാണ് അല്ലേ. ഒളിമ്പിക്സ് എപ്പോഴാണ് തുടങ്ങുന്നത്? 2024 ഒളിമ്പിക്സിൻ്റെ വേദി എവിടാ? പാരീസ്. നിർബന്ധമായിട്ടും കുട്ടികൾ പഠിച്ചിരിക്കേണ്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ ഒളിമ്പിക്സ് 2024 വേദി പാരീസ്. അപ്പോൾ നമ്മളിപ്പം പേപ്പേഴ്സിലൊക്കെ നമുക്കറിയാം അല്ലേ, നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ത്, വിനേഷ് ഫോഗട്ടിനെ പറ്റി. ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് 50 കിലോഗ്രാമിൻ്റെ ഗുസ്തിയിലായിരുന്നു അവർ മത്സരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഭാരപരിശോധനയിൽ 100 ഗ്രാം അധികമാണെന്ന് പറഞ്ഞിട്ട് അവർ അയോഗ്യമാക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും അത് വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ഒളിമ്പിക്സിനെ കുറിച്ച് 1-2 പോയിന്റ് അത്രയും നമുക്കിപ്പോൾ ഇവിടെ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഡെയിലി അങ്ങനെ ഒരു വിഷയം വരുന്ന സമയത്ത്, ഒരു ഒളിമ്പിക്സിൻ്റെ ഒരു ടോപ്പിക് വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചു പോകാം. അപ്പോൾ ഒളിമ്പിക്സ് 2024 വേദി പാരീസാണ്. 33ാമത് ഒളിമ്പിക്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് ഡേറ്റ് തുടങ്ങിയേക്കുന്നത്? ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 11 വരെയാണ് ഡേറ്റ് അല്ലേ. ഇനി ഈ ഒളിമ്പിക്സിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് ഗെയിംസ് വൈഡ് ഓപ്പൺ ആണ്. ഗെയിംസ് വൈഡ് ഓപ്പൺ.